ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന് എപ്പോഴും മുഖ്യ പരിശീലകനായിക്കൊണ്ട് ബ്രസീലിയൻ പരിശീലകർ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ അതിന് മാറ്റം സംഭവിച്ചു. ഇറ്റാലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയെ അവർ കൊണ്ടുവന്നു. ഇപ്പോഴിതാ അതിനെ വിമർശിച്ചുകൊണ്ട് മെക്സിക്കൻ ഇതിഹാസമായ ഹ്യൂഗോ സാഞ്ചസ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു ഇറ്റാലിയൻ പരിശീലകനെ നിയമിച്ചതിലൂടെ ബ്രസീലിൻ്റെ ആ ഒരു സോൾ നഷ്ടമായി എന്നാണ് ഹ്യൂഗോ സാഞ്ചസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിൽ ബ്രസീൽ അധികം മുന്നോട്ട് പോകുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് ഈ മെക്സിക്കൻ ഇതിഹാസം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ഇറ്റാലിയൻ പരിശീലകനെ നിയമിച്ചതിലൂടെ ബ്രസീലുകാർ എന്നെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടെ ബ്രസീലിൻ്റെ ഫുട്ബോൾ ഫിലോസഫിയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത്തവണ അവർക്ക് വലിയ കിരീട സാധ്യതയില്ല. ഞാൻ 6ാം സ്ഥാനത്താണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണ്ടൊക്കെ ബ്രസീലിയൻ ഫുട്ബോൾ ഒരു റഫറൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് മൂല്യച്യുതി സംഭവിച്ചു. ബ്രസീലിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷേ അവർ ഒരുപാടൊന്നും മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതാണ് ഹ്യൂഗോ സാഞ്ചസ് പറഞ്ഞിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടി വന്നതുകൊണ്ട് ബ്രസീലിന് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. പക്ഷേ നമുക്കറിയാം, 2022 വേൾഡ് കപ്പിന് ശേഷം ഒരുപാട് ബ്രസീലിയൻ പരിശീലകരെ CBF പരീക്ഷിച്ചു. അവർക്കൊന്നും തിളങ്ങാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടിയാണ് കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ അവർ നിർബന്ധിതരായത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.